ഇതുകൂടി പാക്ക് ചെയ്ത് വെച്ചു. ഇതെന്തിനാ? അത് നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്ന. ഒരു പ്രാവശ്യം മോളിൽ പോയിരുന്നപ്പോൾ നോക്കി വെച്ചിരുന്നതാണ്. അന്നവളുടെ സൈസിന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ദിവസം ഞാൻ കണ്ടപ്പോൾ മേടിച്ചു വെച്ചിരുന്നതാണ്. അവൾക്കറിയോ? ഇനിയിപ്പോൾ ചെല്ലും പറഞ്ഞോളൂ. ഇത് കൊറിയർ ചെയ്യാനാണല്ലേ? ആ, പാക്ക് ചെയ്ത് വെക്കാം. വിളിക്കാന്നാ പറഞ്ഞേ. മീനു എന്നെ ഒന്ന് എടുക്കാനാണോ? ഇത് കിട്ടിയാലേ ഇരിക്കുള്ളൂ. ഞാൻ ഒരു കയറെടുത്തിട്ടാണ്. പാവം, നല്ല വിഷമമുണ്ട് അവന്. പിന്നെ ഉണ്ടാവൂലേ? പുറത്ത് കാണിക്കുന്നില്ല പാവം. അതൊക്കെ ഡീസൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ? എനിക്ക് തോന്നുന്നത് സൈലൻസ് ബിഫോർ സ്റ്റോം ആണെന്ന്. എന്നുവെച്ചാ കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. പ്ലാസ്റ്റിക് കയറാൻ മതിയോ? ആ മതി. പോപ്കോൺ വേണോ? വന്ന എന്താ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞത്? പോപ്കോണിന്റെ ക്ലിയറൻസ് സെയിൽ വല്ലതും ആണോ? തമാശ ഏറ്റില്ല. അല്ല, എന്താ അർജന്റായിട്ട് കാണണം എന്ന് പറഞ്ഞത്? അത് സർപ്രൈസ് ആണ്. എന്ത് സർപ്രൈസ്? സർപ്രൈസ് പറയാനുള്ളതാണോ കാണാനുള്ളതല്ലേ? കണ്ണില്ലാത്ത എന്നോടാണോ കുട്ടി കാണുന്ന കാര്യം പറയുന്നത്? അതൊക്കെ ഉണ്ട്, ബാ. ആണോ? എന്നാ വാ, ഇങ്ങോട്ടാണോ? ഹായ്. ഹായ്. മീനുവിൻ്റെ കുറച്ച് തിങ്സ് ഇവിടുണ്ടെന്ന് പറഞ്ഞു. വരൂ. ഹായ് മഹേഷ് ചേട്ടാ. മീനെ വിളിച്ചിരുന്നു. അവളുടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. മഹേഷ് ചേട്ടൻ മുംബൈയിലേക്ക് പോകുന്നുണ്ടോ? ഡിസൈഡ് ചെയ്തിട്ടില്ല. എന്താ, ഇവിടുന്ന് ആരും വരുന്നുണ്ടോ? ഇരിക്കൂ. ഇല്ല, ടൈമില്ല. ഒരുപാട് സാധനം ഉണ്ടോ? ഇതാ, അവൾ ഇത്ര പെട്ടെന്ന് പോകുമെന്ന് വിചാരിച്ചില്ല. അവളെപ്പോഴും അങ്ങനെ ആരെ എപ്പോഴാണ് വിട്ടു പോകുമെന്ന് പറയാൻ പറ്റില്ല. അല്ല വിനേഷ്, ഇതേപോലെ ഒരിക്കല അവൾ എന്നെ വിട്ടുപോയത്. അന്ന് എനിക്കുണ്ടായ വേദന ഇവിടെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടോ, ലോകത്തെല്ലാവരും സ്നേഹിക്കുന്നത് അവരവരെ തന്നെയാണോ? അത് മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന നമ്മൾ മണ്ടന്മാരാണോ? ജസ്റ്റ് ഫൂൾസ്. അതെനിക്ക് കുറച്ച് നാൾ മുമ്പേ മനസ്സിലായി. ഇപ്പം തനിക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം ശരി, താങ്ക്സ്. ഈ പെട്ടിൽ കൊള്ളുന്ന മാത്രം എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നാണ്. ഞാനത് മാത്രം എടുക്കുന്നു. എടോ വിനേഷേ, താനിങ്ങനെ ഡെസ്പാവേണ്ട കാര്യമൊന്നുമില്ല. തനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടാൻ പാടുമില്ല. ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. ഈ 2 പെട്ടിൽ അത് മുഴുവൻ കൊള്ളിക്കരുത്. തുമ്മിയാ തരിക്കുന്ന മുക്കിൽ ഡയമണ്ടിൻ്റെ മുക്കുത്തിയായാലും പോട്ടെന്ന് വെക്കടോ. ലൈഫ് അടിച്ചു പൊളിക്കും. അപ്പം കാണാം. പോട്ടെ. സർപ്രൈസ് കാണാൻ എൻ്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. ആ, വെൽക്കം മിസ്റ്റർ ഐ ജി. ഇരിക്കെ. ഐ ജി ആയിട്ടില്ല, DIG ആണ്. ദീപക് ഇന്ദുഗോപൻ. ഓ, വെൽക്കം ദീപക്. താങ്ക് യു. ഇതൊരു ഹോസ്പിറ്റലാണോ? അതെങ്ങനെ മനസ്സിലായി? മരുന്നിൻ്റെ മണം. ഓ, സ്മാർട്ട്. അല്ല, ഇവിടെ എന്ത് സർപ്രൈസാ? അതൊക്കെ ഉണ്ട്. അച്ഛൻ അഡ്മിറ്റ് ആണോ? താനൊന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം. ഡോക്ടർ, ഇതാണ് പ്രതി. എന്താ കാര്യം എന്ന് പറ. റിലാക്സ് ദീപക്, റിലാക്സ്. എന്താ ഡോക്ടർ കാര്യം? ഇത് ഡോക്ടർ സണ്ണി. മോഡേൺ സൈക്കോളജിയിലെ ലോകപ്രശസ്തമായ 10 പ്രബന്ധങ്ങൾ എഴുതിയ. അത് സൈക്കോളജി, ഇത് ഒപ്താൽമോളജി. അതെ, മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലിയും ചാർലി ഒന്നല്ല, ഇദ്ദേഹം എൻ്റെ ഫ്രണ്ടാണ്. നൈസ് ടു മീറ്റ് യു. എവിടെയായിരുന്നോ? എന്തോളജി എന്നായിരുന്നു പറഞ്ഞത്? ഒപ്താൽമോളജി. നൈസ്. ഐ ആം എൻ ഐ സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ മനസ്സിലായോ എന്താ സർപ്രൈസ് എന്ന്? ഇദ്ദേഹം ഐ സ്പെഷ്യലിസ്റ്റ് ആയ എനിക്ക് എന്താണ് സർപ്രൈസ്? എടോ, തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്തിന്? എത്ര വയസ്സിലാ കാഴ്ച നഷ്ടപ്പെട്ടത്? 17 ആയിരിക്കും. ഓക്കെ. അവസാനമായിട്ട് കണ്ടത് എന്താണെന്നറിയോ? ഓർമ്മയുണ്ടോ? പക്ഷേ എനിക്കറിയാം. തള്ളേണ്ടി വരുമോ? എൻ്റെ മൂക്ക്. ഞെട്ടണ്ട. എടോ, താൻ മാത്രമല്ല,
ഈ ലോകത്തെ എല്ലാവർക്കും ആദ്യമായിട്ടും അവസാനമായിട്ടും ഏറ്റവും ആദ്യം കാണുന്നത് അവൻ്റെ മൂക്കാണ്. വാ. നമ്മുടെ ബ്രെയിനില്ലേ, ആ കാഴ്ചയെ മനഃപൂർവ്വം അവഗണിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. കണ്ട ഇപ്പോഴുണ്ട് നോക്കി. മൂക്ക്. ഓ, ഞാൻ ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ? അതാണ്. താൻ ഈ കാഴ്ച ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് തനിക്ക് വീണ്ടും കാണിച്ചു തരും. മൂക്കല്ലേ? പക്ഷെ ഒരു സർജറി വേണ്ടി വരും. അയ്യോ, തീർന്നു.